ഹലോ, സിയ ചിഞ്ചു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ വിഷു ആയിട്ട് വിഷുവിൻ്റെ അന്ന് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിതാ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അനിയനാട്ടോ പടക്കം പൊട്ടിക്കുന്നത്. ഏട്ടനും സിയമോളും ഇതാ അവിടെ നിന്ന് വിഷുവിൻ്റെ തലേ ദിവസം പടക്കമൊക്കെ പൊട്ടിക്കുന്ന ടൈമിൽ സിയമോളൊക്കെ നന്നായിട്ട് ആസ്വദിക്കുകയായിരുന്നു കേട്ടോ. പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ ആൾക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പടക്കം പൊട്ടിക്കുമ്പോൾ മൂപ്പർക്ക് കുറച്ചൊരു പേടി. പപ്പ വേണ്ട പപ്പ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അവൾ പപ്പേനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ടുട്ടു ഓരോന്നോരോന്നായിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ സിയമോളും പപ്പയും കൂടിയിട്ട് സീറ്റും ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ സീമോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ മതി മതി എന്നൊക്കെ പറയുന്നത് കേട്ടോ. പടക്കം പൊട്ടിക്കുന്നത് വേണ്ട എന്നൊക്കെയാണ് കുട്ടി പറയുന്നത് കേട്ടോ. അങ്ങനെ ഇതാ പപ്പേനെയും കെട്ടിപ്പിടിച്ചിട്ട് അവിടെ പിന്നെ അതൊക്കെ പൊട്ടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ വലിയമാമൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. വലിയമാമൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയമാമൻ്റെ വീട്ടിലേക്ക് എത്തി കേട്ടോ ഞങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് വലിയമാമൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസം. അപ്പോൾ ഇതാ അവിടെ ആൻറ്റി ഉണ്ടായിരുന്നില്ല, വലിയമാമൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതാ വലിയമ്മാമൻ സിയമോൾക്ക് പൂത്തിരി എടുത്തു കൊടുത്തോട്ടാ. അങ്ങനെ കളറുള്ള സംഭവം ഉണ്ടല്ലോ, നീല ലൈറ്റ്. അപ്പോൾ അത് കൊടുത്തപ്പോൾ സിയമോൾ അതാ ചിരിച്ചിട്ട് അതൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മേശപ്പൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ പപ്പയും മോളും കൂടിയിട്ട് സീറ്റുമ്പോൾ കയറി ഇരുന്നിട്ട് അതൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻറ്റി വന്നു കേട്ടോ. പിന്നെ അത് അവരെ മുറ്റത്ത് തന്നെ ഒരു മാവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഒരു വടിയൊക്കെ ആയിട്ട് പോയിട്ട് ആ മാവൊക്കെ പൊട്ടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളത് പൂണ്ടിട്ട് കഴിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ അവിടെ ഇറക്കി വെച്ചോ. അവിടെ തന്നെ മേലെ പോയി ഉള്ളൂ. സിയാപ്പിക്ക് അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.